പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. ഒന്നുമില്ല, ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞൂടെ? നമ്മൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? ഒരാളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ അനിയത്തിക്കുട്ടി ആഷ് കേരളത്തിലേക്ക് കാലുകുത്തുകയാണ്. അപ്പോൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന ഒരാളായിരുന്നു അശ്വതി. അവൾ തിരിച്ച് ദുബായിൽ പോയ സമയം തൊട്ട് ഞങ്ങൾക്കും മിസ്സിംഗ് ആണ്, അവൾക്കും മിസ്സിംഗ് ആണ്. എന്നാലും ഒരു ദിവസം ഒഴിയാതെ ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അവൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് അവൾ നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ഫുൾ പ്ലാനിലായിരുന്നു. എത്രത്തോളം നടക്കും എന്നറിയില്ലെങ്കിലും പ്ലാനിങ്ങിനൊരു കുറവുണ്ടായില്ല. ഞങ്ങളൊരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവരുടെ ഫ്ലൈറ്റ് ലാൻഡിങ് ഒരു 3:20 ആയപ്പോഴായിരുന്നു. എയർപോർട്ടിലെത്തി. പിന്നെയുള്ള വെയിറ്റിങ് അവളൊന്ന് പുറത്ത് വന്ന് അവളെ ഒന്ന് കാണാനുള്ളതായിരുന്നു. സാധാരണ സിനിമകളിലൊക്കെ കാണുന്ന ക്ലീഷ എയർപോർട്ട് സീനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിലും ഒന്നുമില്ല, ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞൂടെ? അശ്വതി, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വളരെ സുഖം. ഒരു ഹായ് ഒക്കെ പറയൂ. സുഖമല്ല എല്ലാവർക്കും? ഇപ്പം ഇങ്ങനെയാ, ഫുൾ ടൈം ക്യാമറ വേണം, ബിഗ് ബോസിലെ പോലെ. അങ്ങനെ അശ്വതി വന്നു. അവളെ പിക്ക് ചെയ്യാന്നുള്ള ദൗത്യം കഴിഞ്ഞു. ഇനിയുള്ളത് ചായ കുടി. വയ്യലുള്ള കുട്ടിക്കാളും ഇതില് കണ്ട ഗ്യാപ്പ് വേണ്ട. ഗൈസ് ഒന്നിങ്ങനെ ചായ പിടിക്കോ? കാറിലിരുന്ന് കഥ പറഞ്ഞൊന്നും തീരുന്നുണ്ടായില്ല. അശ്വതിക്കാണെങ്കിൽ ഇനി 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് പോണ്ട എന്നുള്ള വൈബായി. വീട്ടിലെത്തിയിട്ടും കഥകളൊന്നും പറഞ്ഞു തീരുന്നില്ല. പിന്നെ എപ്പോഴാണെന്നറിയില്ല കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അശ്വതി വന്നു. അപ്പോൾ ഇനി 2 ദിവസത്തേക്ക് ഞങ്ങളുടെ വണ്ടിക്ക് ഒരു റെസ്റ്റും ഇല്ല. രാവിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത അശ്വതിനെ നേരെ പിക്ക് ചെയ്ത് തലശ്ശേരിയിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഞങ്ങളുടേത്. അപ്പോൾ 2 ദിവസത്തേക്ക് വന്ന അശ്വതിയുണ്ട്, ഒരു 300 പ്ലാനും ഉണ്ട് അവൾക്ക്. അനുശ്രീയുടെ മുടി വെട്ടിയെന്ന് തൊട്ട് അങ്ങനെ മുടി വെട്ടണം എന്നും പറഞ്ഞ് ഫ്ലൈറ്റ് കയറിയ കുട്ടിയാണ് അശ്വതി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്വന്തം സിന്ധുവേച്ചിൻ്റെ മാജിക് ടച്ച് പാർലറായിരുന്നു. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് തലശ്ശേരി ലോഗൻസ് റോഡിൽ ഗ്രാമീൺ ബാങ്കിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് സിന്ധുവേച്ചിൻ്റെ പാർലർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്തുന്നത് സിന്ധുവേച്ചിൻ്റെ അടുത്താണ്. ഒരു തവണ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഓപ്ഷനെക്കുറിച്ച് ആലോചിക്കില്ല. അത്രയും നല്ല ഡീലിങ്സാണ് സിന്ധുവേച്ചിൻ്റെത്. കസ്റ്റമേഴ്സിനോട് അത്രയും നല്ല പെരുമാറ്റം. അപ്പോൾ അശ്വതിക്ക് വേണ്ട പോലെ ഹെയറും കട്ട് ചെയ്ത് ഞങ്ങളുടെ അല്ലറ ചില്ലറ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ സിന്ധുവേച്ചിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി.
അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് അശ്വതിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി എന്ന് പറയുന്നത് ഫാഷന് പേര് കേട്ടതാണ്. അവിടെ എപ്പോഴും കുഞ്ഞു കുഞ്ഞു കടകളിലാണ് ഏറ്റവും നല്ല കളക്ഷൻസ് ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ചെത്തിയ ഒരു കടയാണ് ഇത്. അപ്പോൾ ഒരേ സെൻസിലെ 2 പേര് ചേർന്ന് മണിക്കൂറുകൾ തപ്പിയിട്ടാണ് ഒരു 3-4 ജോഡി ഡ്രസ്സ് എടുത്തത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഡ്രസ്സിങ് സെൻസിൽ ഒരാളെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരു സെൻസും ഇല്ലാത്ത ഒരാൾ കടക്കാരൻ്റെ സ്റ്റൂളും എടുത്ത് പുറത്ത് മാറിയിരുന്ന് ഫോണിൽ തോണ്ടുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കടയിലെ പർച്ചേസും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ലക്ഷ്യം എന്ന് പറയുന്നത് ഫലാഫലിലെ ഷവർമയും ലോഡഡ് ഫ്രൈസും അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പപ്പായ ഷോട്ടും ആയിരുന്നു. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡ്. ഫുഡിൻ്റെ ഇപ്പോൾ അടി വാങ്ങിച്ച് ഇവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ച നമുക്ക് മിസ്സായി. ഏതാ അവിടെ ഒരു ചീസി ഷവർമയുണ്ട്, നൈസായിരുന്നു അത്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ അത് ഇഷ്ടമായി. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. വീട്ടിലെത്തിയിട്ടും മുന്നത്തെ ദിവസം പോലെ തന്നെ ഉറക്കൊന്നും വരുന്നുണ്ടായില്ല. ഒരേ കഥ പറച്ചിലും കളിയും ചിരിയും തന്നെ. നല്ല 2 ദിവസങ്ങൾ പോയതേ അറിഞ്ഞിട്ടുണ്ടായില്ല. അശ്വതി പോകുന്നതിൽ നല്ല വിഷമമുണ്ടെങ്കിലും 2 ദിവസത്തേക്കായാലും ഞങ്ങൾ വിളിച്ച ഹബീബി പറന്നെത്തുന്നുള്ള പ്രതീക്ഷയിൽ അശ്വതിക്ക് ബൈ ബൈ.